നമസ്കാരം. ഒരു മനുഷ്യൻ്റെ പരിപൂർണ സ്വാതന്ത്ര്യമാണ് അവൻ്റെ ജീവിതകാലം ദൈവവിശ്വാസിയായി ജീവിക്കണോ അതോ നിരീശ്വരവാദിയായി ജീവിക്കണോ എന്നുള്ളത്. എന്നാൽ അവൻ്റെ വിശ്വാസം മറ്റൊരുവനിലേക്കുള്ള കടന്നുകയറ്റമായാൽ, മറ്റൊരു വ്യക്തിയെ തന്ത്രപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ മാറിയാൽ അത് തീവ്രവാദമാണ്. അതിപ്പോൾ മതപരമായ കാര്യമല്ല എങ്കിൽ കൂടി ഏതു വിഷയവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് തീവ്രവാദമായി മാറും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉയർന്നു വന്നിരുന്നു. കോളേജിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ മുറി വേണമെന്നാവശ്യപ്പെട്ടുള്ള സമരമെന്നും നിസ്കരിക്കാൻ സമ്മതിക്കാത്തതിനെതിരെയുള്ള പ്രതിഷേധമെന്നുമൊക്കെയാണ് വാദഗതികൾ. എന്തായാലും സംഭവം എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു, ജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധ നേടി. ഏതാണ്ട് സമാനമായ ഒരു സംഭവം ഞാൻ കോഴിക്കോട് ജോലി ചെയ്തിരുന്ന സമയത്തുണ്ടായതായി ഓർക്കുന്നു. ഞായറാഴ്ചയും സാധിക്കുന്ന മറ്റു ദിവസങ്ങളിലും ദിവ്യബലിയിൽ പങ്കുചേരാൻ ഏറ്റവും അടുത്തുണ്ടായിരുന്ന ഒരു പള്ളിയിലാണ്, ആ പള്ളിയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, ആ പള്ളിയിലാണ് പോവുക പതിവ്. ഈ പള്ളിയോട് ചേർന്ന് തന്നെ അവിടെ ഒരു പള്ളിക്കൂടവും ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾക്ക് വെള്ളിയാഴ്ച മോസ്കിൽ പോകാൻ പ്രത്യേക ബസ് സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നുള്ള അവരുടെ ആവശ്യം സ്കൂൾ അധികൃതർ അനുവദിച്ചിരുന്നു. തന്നെയുമല്ല, പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യവും ഒരുക്കി കൊടുത്തിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് പറയുന്നു, സ്കൂളിലുള്ള ക്രിസ്ത്യൻ ആരാധനാ രൂപങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധരുടെയൊക്കെ രൂപങ്ങൾ മാറ്റണമെന്ന്. തന്നെയുമല്ല, മാറ്റാത്ത പക്ഷം സ്കൂളിനോട് ചേർന്ന് ഒരു പള്ളി ഉണ്ടല്ലോ, അതുപോലെ മുസ്ലിം ആരാധനയ്ക്കായി ഒരിടം കൂടി വേണമെന്ന്. വന്നവർ അവരുടെ ആവശ്യം ഉന്നയിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആ സ്കൂളിലെ അധികാരമുണ്ടായിരുന്ന ആ പള്ളി വികാരി അന്ന് അതിനോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചു. മാത്രമല്ല, സ്കൂളിന് മുമ്പിൽ തിരുക്കുടുംബക്കാരുടെ ഒരു ഗ്രോട്ടോയും പണി കഴിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ആ ഒരു ചർച്ചയും അതേ സംബന്ധിച്ചുള്ള കോലാഹലങ്ങളും അവിടെ അവസാനിച്ചു. ഏതാണ്ട് ഇതുപോലൊരു വിഷയമാണ് നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. ആ കോളേജിലെ ഒരു വിദ്യാർത്ഥി ഒരു യൂട്യൂബറോട് നടത്തിയ ഫോൺ സംഭാഷണത്തിലെ പ്രധാന ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഹലോ. ഒരു യൂട്യൂബ് ചാനലില്ലേ? നമ്പർ വിളിക്കാം. അതിന്റെ അകത്തൊരു വീഡിയോ ഇട്ടുണ്ടായില്ലേ നിർമ്മല കോളേജിന്റെ? പറഞ്ഞു. അത് ചേട്ടൻ എങ്ങനെയാ അതിനെ പറ്റി അറിഞ്ഞ? ന്യൂസ് ചാനൽസിൽ എല്ലാതെ ന്യൂസ് ചാനലുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ സ്റ്റുഡന്റാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടല്ലോ റിപ്പോർട്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ വിദ്യാർത്ഥി ഒരു ക്ലാസ്സിലും അല്ല നിസ്കരിച്ചേക്കുന്നത്. പെൺകുട്ടികൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് റൂമുണ്ട്. അവിടെ ചൂടും അച്ചുകാരിയും ചപ്പ് ചവറുകളും തേങ്ങോടത്ത ഒരു പേപ്പർ വിരിച്ച് അവിടെ നിസ്കരിക്കുന്നതിനും കൊണ്ട് പ്രിൻസിപ്പലിന് എന്ത് പ്രശ്നമാണ് അവിടെ ഉള്ളത്? അല്ല, ഞാനൊരു ക്രിസ്ത്യൻ കോളേജിൽ ഞാൻ പറഞ്ഞു കേൾക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ സംസാരിക്കാം, ഞാൻ സംസാരിക്കുന്ന പ്രശ്നമില്ലല്ലോ. നമ്മളൊക്കെ ഒരു ക്രിസ്ത്യൻ ഒരു സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അത് കഴിഞ്ഞ് ഗവൺമെന്റ് കോളേജുകളിലാണ് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മളെ കൂടെയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഈ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ആരും നിസ്കരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതൊരോ നിയമങ്ങൾ ഉണ്ടാവില്ലേ? ഓക്കെ. ഈ ഒരു റൂമില് ഒരാൾക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് അവിടെ ഇരുന്ന് നിസ്കരിച്ചു, അതും ഇന്റർവെല്ല് ഉച്ചയ്ക്ക് കഴിക്കാൻ വിട്ട സമയത്ത്. ഒരൊറ്റ കേസ് എന്താ അറിയോ, ഈ ശല്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പുറത്ത് പോയിട്ട് നിസ്കരിക്കണം കാര്യങ്ങൾ പറയുന്നറിയോ? നമ്മൾ ആരും നിസ്കാരത്തിനും ഒന്നിനും എതിരല്ല. ഇപ്പൊ നമ്മളൊന്നും എതിരല്ല, നമ്മളൊക്കെ ചെയ്ത് മുന്നോട്ട് വരുന്ന ആളുകളാണ്. പക്ഷേ ഈ ക്രിസ്ത്യൻസിന്റെ ഒരു പ്രാർത്ഥന ഉണ്ട് വെള്ളിയാഴ്ച ദിവസം. ഞങ്ങൾക്കൊരു തേർഡ് പീരീഡ് ആകുമ്പോഴത്തേക്കും ഞങ്ങളും അതിന് കുഴപ്പമില്ലേ? അല്ല, നമ്മളെ ഒരൊറ്റ കേസ് നമ്മള് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകൾ, സുഹൃത്തെ, മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇതേപോലെ തന്നെ മുസ്ലിംസിന് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതറിയോ? അപ്പൊ അറിയോ? ഇത് ഉണ്ട്, നമ്മളൊക്കെ അറിയുന്നത് കൊണ്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോ ഇത് ഓരോ മാനേജ്മെന്റ് അനുസരിച്ചാണല്ലോ ഈ കാര്യങ്ങൾ പോകുന്നത്. ക്യാമ്പസുകളിലൊക്കെ എല്ലാ ക്യാമ്പസുകളിലും അതിന്റേതായ നിയമങ്ങൾ ഉണ്ടാവും. അവിടെ പോയിട്ട് ഒരു പ്രശ്നം, അതും കഴിഞ്ഞ ദിവസം നിസ്കാരം ഒന്നും നിലയിൽ തുടങ്ങിയല്ലോ, ഞാനും നിങ്ങളൊന്നും നിലയിൽ തുടങ്ങിയ ദിവസമല്ലത്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ് ചോദ്യം. ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ പിന്നെ മുസ്ലിം മാനേജ്മെന്റ് കോളേജിൽ മുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുക്കണ്ടേ? ഇത് നിങ്ങൾ പഠിക്കുന്നതിനും അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയൂലേ ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെന്നുള്ള അറിയില്ലായിരുന്നു? നിങ്ങൾക്ക് അറിയില്ലായിരുന്നു? അപ്പൊ നിങ്ങൾക്ക് ഈ മുസ്ലിം മാനേജ്മെന്റ് തന്നെ പോകണമെങ്കിൽ, സുഹൃത്തെ, നിങ്ങൾക്ക് മുസ്ലിം മാനേജ്മെന്റിൽ തന്നെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ എടുത്താൽ മതിയല്ലോ. ഒരു ക്യാമ്പസ് ആകുമ്പോൾ അതിന് ഒരുപാട് നിയമങ്ങൾ. അപ്പൊ ക്യാമ്പസിന്റെ അവകാശങ്ങളും ക്യാമ്പസിന്റെ നിയമങ്ങളും അവരവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പറ്റൂലാന്ന്. നിങ്ങൾക്ക് ഇത്ര വിവരവും കാര്യങ്ങളും ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാതെ എന്നെ വിളിക്കുന്നത്? നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേസ് കൊടുത്തുകൂടെ? നാലാൾ കൂടിയിട്ട്
നമ്മുടെ ഈ കോടതിയിലേക്ക് ആർക്ക് വേണമെങ്കിൽ പോയി എന്നിട്ട് നിങ്ങൾ ആ ക്യാമ്പസ് അങ്ങ് പൊളിക്കി പറയുന്നില്ല. നിങ്ങൾ ഈ നിയമമുണ്ട്, അവകാശമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യ്. അല്ലാതെ കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ ക്യാമ്പസ് ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ പഠിക്കുന്നവർ അംഗീകരിച്ചേ പറ്റൂ. സുഹൃത്തെ, ഫീസ് അടിക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊരു നിയമാവലിയിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ അറിയോ? ഞാൻ എല്ലാം വായിച്ചു നോക്കിയതാണ്. അതിന്റെ അകത്ത് ഇവിടെ നിസ്കരിക്കാൻ പാടില്ല. അതെന്തിനാ അവിടെ എഴുതണം? അതെന്തിനവിടെ എഴുതണം? കാരണം എന്താ? നിങ്ങൾ അവിടെ പഠിക്കാൻ വരികയാണ്, നിങ്ങൾ അവിടെ ഭക്തി ഉണ്ടാക്കാൻ വരികയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയൂലേ? അപ്പൊ ക്രിസ്ത്യൻസിന് മാത്രമുള്ള ഭക്തി മോനെ, അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജ് അല്ലേ? നിങ്ങൾ ഒരു മുസ്ലിം മാനേജ്മെന്റ് കോളേജിൽ പോയിട്ട് ഇതേ ഡയലോഗ് അടിക്കുവോ? ഇല്ലല്ലോ. ചേട്ടൻ മുസ്ലിം അല്ലേ? അതെ. ഭാര്യ ഉണ്ടോ? ഇല്ലല്ലോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഉമ്മ ഇല്ലേ? ഉണ്ട്. കസിൻസ് ആരെങ്കിലും പെൺപിള്ളേരില്ലേ? ഉണ്ടോ? നാളെ ഒരു കോളേജിൽ കൊണ്ട് ചേർത്തു നോക്കിയോ? നാളെ പറയുവാണെങ്കിൽ പ്രിൻസിപ്പൾ വന്ന് പറഞ്ഞു അവരൊക്കെ ഗവൺമെന്റ് കോളേജ് PC കാര്യങ്ങളൊക്കെ ചെയ്തോലാണ്, അവരൊക്കെ പഠിച്ചോലാണ്. അവരാരും ഒരു സമരത്തിനും പോയില്ല ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട്. ഇതൊന്ന് കേൾക്കുക. ഇങ്ങനെ പോയി ഈ തവണ വിട്ടു, ഇത്ര നാളെ വിട്ടതിന്റെ കേസിലാണ് ഇത്ര നാളെ നീണ്ടുപോയത്. നാളെ നിങ്ങളുടെ പെങ്ങള്, ചേട്ടന്റെ പെങ്ങള് ഒരു കോളേജിൽ പോയി അവരവിടെ പറഞ്ഞു ഇവിടെ തട്ടാൻ പറ്റൂല, ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാ, തലയിൽ തട്ടവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്ത് ചെയ്യും? അത് പറ. അല്ല മകനെ, ഇപ്പൊ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞ പ്രശ്നത്തിനാണ് ഇപ്പൊ തട്ടല്ല എന്ന് പറയാൻ പറ്റുന്നുള്ളത്. തട്ടടരുതെന്ന് കേരളത്തിൽ ഒരു ക്യാമ്പസിൽ ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെന്താ വിഷയം നിങ്ങൾക്ക്? ഇതിന് മുമ്പേ ക്യാമ്പസിൽ ഇതിന് പ്രശ്നം ഉണ്ടായി? മകനെ, ഒരു ക്യാമ്പസ്, ഞാനൊക്കെ ക്യാമ്പസ് പഠിച്ചതാണ്. നമ്മളാരും അവിടെ നിസ്കരിക്കാനല്ല പോയത്, പഠിക്കാനാ പോയത്. ഡിഗ്രിയും PG കാര്യങ്ങളൊക്കെ പോയത് പഠിക്കാനാ പോയത്, നിസ്കരിക്കാൻ പോയിട്ടില്ല. നിസ്കരിക്കാൻ ഞങ്ങൾ പള്ളിയിൽ പോയായിരുന്നു, എല്ലാ സമയത്തും പള്ളിയിൽ പോകും. നമ്മൾ എന്തിനാണ് ഈ കാലഘട്ടത്തിൽ? അല്ലല്ല, എനിക്ക് കൃത്യമായ ധാരണ ഉണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയാം, ക്യാമ്പസിൽ ഒരു മാനേജ്മെന്റ് ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിച്ചിട്ട് പോകുന്ന കുട്ടികളാവണം അവിടെ ഉള്ളത് എന്നുള്ളത്. അത് പ്രത്യേകിച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വലിയൊരു വിഷയമാണ്. അതൊരു നിസ്കാരം നാളെ തുടങ്ങിയാൽ മറ്റെല്ലാ മതങ്ങളും അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ക്യാമ്പസിന് വരെ ഒരു ഭക്തി കേന്ദ്രമായി മാറും. അതൊന്നും ശരിയല്ല, അതൊന്നും ഇത്രയും കാലം നടന്നിട്ടില്ല. പിന്നെ ഇനി നിങ്ങൾ കുറച്ച് ആളുകൾ പ്രശ്നമായിട്ട് വന്നിട്ട് അത് എന്തിനാണ് ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു ക്യാമ്പസ് പൊളിക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് തീരെ മനസ്സിലാകുന്നത്. ഓരോ മനുഷ്യർക്കും അവർ വിശ്വസിക്കുന്ന അവരുടേതായ വിശ്വാസ സത്യങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ രണ്ട് വ്യക്തികളും ഒരേ വിശ്വാസം പുലർത്തുന്നവരാണ്, പക്ഷേ വിവേകമാണ് രണ്ടുപേരെയും വ്യത്യസ്തരാക്കുന്നത്. ഓരോ ക്യാമ്പസിനും, അത് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം ഏത് മാനേജ്മെന്റും ആയിക്കൊള്ളട്ടെ, അതിനൊരു പ്രത്യേക നിയമാവലി ഉണ്ടാകും. അത് തെറ്റിച്ച് പരസ്യമായി വെല്ലുവിളിച്ച് അവിടെ തുടരുക എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു അവിടെ പഠനം തുടരാതിരിക്കുകയാണ് നല്ലത്. ഓഡിയോയിൽ പറഞ്ഞത് പ്രകാരം ഒരു മുസ്ലിം മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ക്രിസ്ത്യൻ കുട്ടികൾക്കായി ദിവ്യബലി അർപ്പിക്കാനുള്ള സൗകര്യമോ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യാമങ്ങളിൽ അതിനായുള്ള പ്രത്യേക സൗകര്യമോ ഒരുക്കി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു കുറ്റമോ കുറവോ അല്ല, അതങ്ങനെയാണ്, അതിൻ്റെ രീതി അങ്ങനെയാണ്. സമാനമായ സാഹചര്യം തന്നെയായിരിക്കും ഹിന്ദു സ്ഥാപനങ്ങളിലും. ഇത് ഓരോ ക്യാമ്പസിലും ഇങ്ങനെ തന്നെയാണുള്ളത്. ഇനി ഈ കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയാത്ത പക്ഷം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോകാതിരിക്കുക. ഈ വിഷയത്തെ സംബന്ധിച്ച് കേരള കത്തോലിക്ക കോൺഗ്രസ് ഔദ്യോഗികമായി പുറത്തുവിട്ട പത്രക്കുറിപ്പ് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറി വിട്ടുതരാൻ ആവശ്യപ്പെട്ട് കോളേജിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് തടസ്സം വരുത്താൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ശ്രമിച്ചതിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളും ഇതിന് കൂട്ടുണ്ടായിരുന്നു എന്നത് അപലപനീയമാണ്. ക്യാമ്പസുകളിൽ വിഭാഗീയത വളർത്തുന്ന ശ്രമങ്ങളെ വേരോടെ പിഴുതെറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് നിലപാടും വ്യക്തമാക്കുന്നു. ഇതര മത ആരാധനാലയങ്ങൾ, സഭാ സ്ഥാപനങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് നിലപാട്: സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള മുറി അനുവദിക്കാനാവില്ല. എന്നാൽ അടുത്തുള്ള മോസ്കിൽ വെള്ളിയാഴ്ചയിൽ നിസ്കരിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അനുവാദം കൊടുക്കാം. അടുത്തുള്ള മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല എന്ന കാരണം പറഞ്ഞ് പെൺകുട്ടികൾക്ക് മാത്രമായി നിസ്കരിക്കാനുള്ള സൗകര്യം മാനേജ്മെൻറ്റ് ചെയ്തു കൊടുക്കണം എന്ന് ചിലയിടങ്ങളിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. മോസ്കുകളിൽ പ്രവേശനമില്ലാത്തതിന് സഭയുടെ സ്ഥാപനങ്ങളിൽ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധി ആരും പിടിക്കേണ്ടതില്ല. കലാലയങ്ങളിൽ നിസ്കാരമുറി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ മോസ്കുകളിൽ പെൺകുട്ടികൾക്ക് കൂടി നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കാനും അനുവാദം നൽകാനും മുസ്ലിം ആത്മീയ നേതാക്കൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ഉചിതം. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനം ഭരണഘടനാ പ്രകാരം ക്രൈസ്തവ സംസ്കാരം സംരക്ഷിക്കാൻ കൂടിയുള്ള ഇടമാണ്. അത് അലങ്കോലപ്പെടാൻ സമ്മതിക്കില്ല കത്തോലിക്ക കോൺഗ്രസ്. ഇങ്ങനെ പോകുന്നു കുറിപ്പ്. എല്ലാ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ ആരാധനാലയങ്ങൾ തുടങ്ങാം. അതിന് യാതൊരു തടസ്സവുമില്ല. എന്തായാലും സംഭവിച്ചത് തെറ്റാണെന്നും വീഴ്ചയാണെന്നും മനസ്സിലാക്കി കുട്ടികൾക്ക് തെറ്റുപറ്റി എന്നുള്ള ഖേദപ്രകടനവുമായി മൂവാറ്റുപുഴ മഹൽ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ മൂവാറ്റുപുഴ താലൂക്കിലെ മുസ്ലിം ജമാഅത്തുകളിലെ ലീഡിംഗ് ആയിട്ടുള്ള
നഗരസഭാ അതിർത്തിയിലുള്ള 2 മഹല്ലുകളുടെ ഭാരവാഹികളും ഇമാമുമാരുമാണ് നിർമ്മല കോളേജിലെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള നേതൃത്വവുമായി സംസാരിക്കാനെത്തിയത്. വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് അവരുമായി ചർച്ച നടന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ ഒരു നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിച്ചത്. കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികൾ മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമ്മുടെ കലാലയ അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം, സാമുദായിക അന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ, കേരളത്തിൽ, രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംവാദം നടത്തിയിട്ടുള്ളതും. മൂവാറ്റുപുഴ മേഖലയിലെ ഇമാമുമാരുടെ പ്രാതിനിധ്യമുള്ള ആളുകൾ, സമുദായത്തിൻ്റെ പ്രാതിനിധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ 5 പേർ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി മാനേജ്മെൻറ്റുമായി സംസാരിച്ചതും വളരെ സൗഹാർദ്ദപരമായി സന്തോഷത്തോടു കൂടി ആ ചർച്ച അവസാനിപ്പിച്ച് പിരിയുകയും ചെയ്തിട്ടുള്ളത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൻ്റെ പേരിൽ, അത് സംഭവം എന്ന് തന്നെ പറയുന്നില്ല, വഴിതെറ്റിയ ഒരു സംഭവം എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേരിൽ അണുവിട ഒരു ചലനം പ്രതിഷേധത്തിൻ്റെ പേരിലോ മറ്റൊരു അടിസ്ഥാനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നു. സമുദായത്തെ അതിലേക്ക് ആരും വലിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയുമില്ലാത്ത വിധം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു കൺക്ലൂഷൻ അവതരിപ്പിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കുക എന്നതിൽ കവിഞ്ഞ് കുട്ടികൾക്കെതിരെ യാതൊരുവിധ അച്ചടക്ക നടപടികളും സ്വീകരിക്കില്ല എന്ന് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു.